Hi students, welcome to Physics Guru. ഈ ചാനൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിലെ ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അവരുടെ ഡൗട്ട്സ് ഏതൊക്കെ, ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യാം എന്നൊരു രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫിസിക്സ് ഗുരുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ് എന്ന് പഠിച്ചാൽ തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് A++ എന്നുള്ള രീതിയിൽ കുറച്ച് കൂടുതലായിട്ട് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്താൽ ഷുവറായിട്ട് നമുക്ക് A+ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ +1 ഫിസിക്സിൽ 15 ചാപ്റ്ററാണുള്ളത്. 15 ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വെയിറ്റേജ് മാത്രമേ ഫസ്റ്റ് ചാപ്റ്റർ ചോദിക്കാറുള്ളൂ. 14 ചാപ്റ്റർ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 14 ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. ഈ വീഡിയോയിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ആണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ള വീഡിയോയിൽ ബാക്കിയുള്ള ലെസൺസ് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓർ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ അപ്ലിക്കേഷൻ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ടു ഡിറൈവ് an ഇക്വേഷൻ ഫോർ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന പാർട്ടാണ്. എറേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് വരുന്ന സമയത്ത്, കോഷ്യൻ്റ് വരുന്ന സമയത്ത്, പവർ വരുന്ന സമയത്ത് എങ്ങനെ എറർ കാണാം, കോമ്പിനേഷൻ ഓഫ് എറർ ആണ് നമുക്ക് സെക്കൻഡ് അതിൽ കൊടുക്കേണ്ട പ്രിവിലേജ് കൊടുക്കേണ്ട മറ്റൊരു ടോപ്പിക്. ദെൻ നെക്സ്റ്റ് വൺ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ബാക്കിയൊക്കെ ഒരുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതുപോലെ നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല, അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് അല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ലൈറ്റ് ഇയർ, ആർ സെക്കൻഡ്, ആസ്ട്രോണമിക്കൽ ഇയർ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓർ ഡയമെൻഷണൽ അനാലിസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ ഇതിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട വെയിറ്റേജ് എന്ന് പറയുന്നത് 4 വെയിറ്റേജ് ആണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് 2 മാർക്ക് അവിടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ദ റിലേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് നമുക്കൊരു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ്റെ LHSലെയും RHSലെയും ഡയമെൻഷൻസ് ഷുവറായിട്ടും ഈക്വൽ ആയി പറ്റും. നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ വരുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഒരു പേപ്പറിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ LHSലെ ഡയമെൻഷനും RHSലെ ഡയമെൻഷനും ഷുവർ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിക്ക് മോസ്റ്റ് 2 ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. F=ma. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫേമസ് ഇക്വേഷൻ ആണ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലെ ഇക്വേഷൻ ആണ് F=ma. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡയമെൻഷണൽ ഫോർമുലാസ് നിങ്ങൾക്ക് അറിയണം. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL/T⁻² ആണ്, എനർജിൻ്റെ mL²T⁻² ആണ്, അതുപോലെ ടോർക്ക് mL²T⁻² ആണ്, അതുപോലെ പ്രഷർ അറിയണം, അതുപോലെ ആംഗുലാർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം, ഇമ്പൾസ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മാസ്, അങ്ങനെ കുറച്ച് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഡയമെൻഷൻസ് ഷുവറായിട്ട് നോട്ട് ചെയ്തു. അപ്പോൾ ഈ കേസിൽ നമുക്ക് വേണ്ട ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ വേണം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഡയറക്റ്റ് mL/T⁻² ആണ്. ഈ ഇക്വേഷൻ ഈക്വൽ ആണെങ്കിൽ LHSലെ ഡയമെൻഷൻ ആയിട്ടുള്ള mL/T⁻², RHSലെ ഡയമെൻഷനുമായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ RHSൽ 2 ക്വാണ്ടിറ്റി ഉള്ളത്, ഒന്ന് മാസിൻ്റെ ഡയമെൻഷൻ അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ. ദെൻ നെക്സ്റ്റ് വൺ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയമെൻഷണൽ ഫോർമുല L/T⁻². അത് ചെയ്ത് കഴിഞ്ഞാൽ m×L/T⁻², mL/T⁻² കിട്ടും. ദാറ്റ് ഈസ് LHS = RHS. LHSലെയും RHSലെ ഡയമെൻഷൻ ഈക്വൽ ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ പ്രീവിയസ് ക്വസ്റ്റിനും കൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓഫ് എ ഇക്വേഷൻ ഫോർ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നമുക്ക് ഇക്വേഷൻ അറിയില്ലെങ്കിൽ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. നമുക്ക് ഡയമെൻഷണൽ ഫോർമുല അറിയാമെങ്കിൽ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതിനൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം contains length of the string L and acceleration due to gravity G. ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് തന്നിട്ടുണ്ട്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, L ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. അപ്പോൾ T യും L ഉം G തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക, ഏതൊക്കെ തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കുന്നത്, ആ ലെറ്റേഴ്സ് അതുപോലെ എഴുതുക. ഇവിടെ എഴുതിയിട്ടുണ്ട് TLG എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടി എല്ലും ജിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? അപ്പോൾ LHS എന്ത് എഴുതുക, ടി എഴുതുക, RHS ടി പ്രൊപ്പോർഷണൽ ടു LG, രണ്ട് ക്വാണ്ടിറ്റികൾ. അപ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി റൈസ് ടു എ എന്ന് എഴുതി, സെക്കൻഡ് ക്വാണ്ടിറ്റി G റൈസ് ടു ബി എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പൽ ഓഫ് ഹോമോജനി അപ്ലൈ ചെയ്യുക. ഓരോന്നിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം പീരീഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ ലെറ്റർ T ആണ്, എല്ലിൻ്റെ ലെങ്ത് ആണ്, ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ ലെറ്റർ L ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല LT റൈസ് ടു -2 അത് കൊടുത്തു. അപ്പോൾ L റൈസ് ടു എ, LT റൈസ് ടു -2b വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ L റൈസ് ടു എ, ഇവിടെ L റൈസ് ടു ബി, T റൈസ് ടു -2b. ദെൻ നെക്സ്റ്റ് ഒന്നൂടി കമ്പൈൻ ചെയ്തപ്പോൾ LHS L റൈസ് ടു 0 ആണ്, T റൈസ് ടു 1 ആണ്. RHS L റൈസ് ടു a പ്ലസ് ബി, T റൈസ് ടു -2b. ദെൻ ഇങ്ങനെ എഴുതിയതിനു ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് LHS RHS പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. LHS എല്ലിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആണ്, RHS a പ്ലസ് ബി ആണ്. a പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് അവിടെ കിട്ടും. ദെൻ സെക്കൻഡ് വൺ T റൈസ് ടു 1 ആണ് അവിടെ ഉള്ളത്, ഇപ്പോഴാണ് RHS T റൈസ് ടു -2b ആണ്. ദാറ്റ് ഈസ് -2b is equal to 1, therefore b is equal to -1/2. a എത്രയാണെന്നും b എത്രയാണെന്നും നമുക്കുള്ള കേസ്. b അവിടെ കിട്ടി -1/2, therefore a is equal to, or a -1/2 is equal to 0, a is equal to 1/2. ഇനി ആദ്യത്തെ ഇക്വേഷൻ L റൈസ് ടു എന്റെ കിട്ടി, G റൈസ് ടു ബിയും കിട്ടി, L റൈസ് ടു 1/2, G റൈസ് ടു -1/2. ദെൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, T പ്രൊപ്പോർഷണൽ ടു √L/G. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡിൽ. എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് 2 മാർക്ക് എന്തായാലും അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ പ്രൊപ്പോർഷണൽ √L/G നമുക്കറിയാം. ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഡെറിവേഷൻ മറ്റൊരു രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ T = 2π√L/G എന്നുള്ള കേസാണ് നമുക്ക് ശരിക്കും പറയേണ്ടത്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്തിട്ട് T പ്രൊപ്പോർഷണൽ ടു √L/G എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതായത് ഡയമെൻഷണൽ അനാലിസിസിൽ ലിമിറ്റേഷൻ ആണ്, കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻ ഡയമെൻഷനലി ഡിറൈവ് ചെയ്യാൻ മാത്രമേ നമുക്ക് പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി എന്താണ്, അതുപോലെ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റിയുടെ 2 അപ്ലിക്കേഷൻ ഓരോ എക്സാമ്പിൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ കൂടുതൽ എക്സാമ്പിൾസ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.